അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ദൈവവചനം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും വീണ്ടും വരാമെന്ന് അരുളി ചെയ്തവനായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ ഞാൻ എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. ഇന്നത്തെ അല്പസമയത്തെ ചിന്തയ്ക്കായി 1 രാജാക്കന്മാർ 11 അധ്യായം 38 വാക്യം നമുക്ക് വായിക്കാം. ഞാൻ നിന്നോട് കൽപ്പിക്കുന്നതൊക്കെയും നീ കേട്ട് എൻ്റെ വഴികളിൽ നടന്ന് എൻ്റെ ദാസനായ ദാവീദ് ചെയ്തതുപോലെ എൻ്റെ ചട്ടങ്ങളും കൽപ്പനകളും പ്രമാണിച്ചുകൊണ്ട് എനിക്ക് പ്രസാദമായുള്ളത് ചെയ്താൽ ഞാൻ നിന്നോട് കൂടെ ഇരിക്കും. ഞാൻ ദാവീദിന് പണിതതുപോലെ നിനക്ക് സ്ഥിരമായൊരു ഗൃഹം പണിത് ഇസ്രയേലിനെ നിനക്ക് തരും. അനുഗ്രഹിക്കപ്പെട്ട ഒരു വേദവാക്യമാണ് നാം കേട്ടത്. എഫ്രൈമിനായ നബാത്തിൻ്റെ മകൻ യൊരോബയാം എന്ന ശലോമോൻ്റെ ദാസനോട് യഹോവയായ കർത്താവ് ശീലോനിനായ അഹിയ പ്രവാചകനിലൂടെ കൊടുക്കുന്ന സന്ദേശമാണ് നാം കേട്ടത്. 1 രാജാക്കന്മാർ 11 അധ്യായത്തിലാണ് യൊരോബയാമിനെ കുറിച്ചുള്ള ഈ പ്രവചനം രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇവിടെ നാം കേട്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ ദൈവത്തെ പ്രസാദിപ്പിക്കുന്നത് എങ്ങനെയെന്നാണ്. കർത്താവായ യേശു ക്രിസ്തു തൻ്റെ പിതാവിനെ പ്രസാദിപ്പിച്ചത് അവൻ്റെ കൽപ്പനകൾ അനുസരിച്ചുകൊണ്ടായിരുന്നു. അതുപോലെ തന്നെ ദൈവത്തെ ചോദ്യം ചെയ്യാതെ അനുസരിച്ചുകൊണ്ടായിരുന്നു ദൈവത്തിൻ്റെ സ്നേഹിതനെന്ന് ദൈവം തന്നെ വിളിച്ച അബ്രഹാം ദൈവത്തെ പ്രസാദിപ്പിച്ചത്. കർത്താവ് പറയുകയാണ്, ദാവീദ് ചെയ്തതുപോലെ എൻ്റെ ചട്ടങ്ങളും കൽപ്പനകളും പ്രമാണിച്ചുകൊണ്ട് എനിക്ക് പ്രസാദമായുള്ളത് ചെയ്താൽ ഞാൻ നിന്നോട് കൂടെ ഇരിക്കും. മോശയ്ക്കും യോശുവയ്ക്കും ദാവീദിനും ശലോമോനും യൊരോബയാമിനും എന്തിനേറെ നാം ഓരോരുത്തർക്കുമുള്ള സന്ദേശമാണ്, നാം ദൈവത്തിൻ്റെ കൽപ്പനകൾ പ്രമാണിച്ചാൽ ദൈവം നമ്മോടുകൂടെ ഇരിക്കും എന്നത്. ശൗൽ പാപം ചെയ്തപ്പോൾ ദൈവാത്മാവ് അവനെ വിട്ടുപോയി, പകരം ഒരു ദുരാത്മാവ് അവനിൽ വന്നു. എന്നാൽ ദാവീദ് ദൈവത്തെ പ്രസാദിപ്പിച്ചപ്പോൾ ദൈവാത്മാവ് അവനിൽ വന്നു. നാം ദൈവവചനം അനുസരിച്ചുകൊണ്ട് ദൈവത്തെ പ്രസാദിപ്പിച്ചാൽ ദൈവം നമ്മോടുകൂടെ വസിക്കും എന്നത് യേശു കർത്താവിൻ്റെ വാഗ്ദാനമാണ്. ഇന്നുവരെയും ദൈവം അതിൽ നിന്നും മാറിപ്പോയിട്ടില്ല. ശൗലിൽ ദൈവാത്മാവ് ഉണ്ടായിരുന്നപ്പോൾ ഫിലിസ്തീനെ നേരിടുവാൻ അല്പം പോലും ഭയം അവനുണ്ടായിരുന്നില്ല. എന്നാൽ ദൈവാത്മാവ് അവനെ വിട്ടുപോയപ്പോൾ അവൻ പേടിച്ചു വിറച്ച് തണലിൽ ഇരിക്കുന്ന രംഗമാണ് നാം കാണുന്നത്. ദൈവാത്മാവ് ദാവീദിലുണ്ടായിരുന്നതിനാൽ സിംഹം വന്നപ്പോഴും കരടി വന്നപ്പോഴും അവൻ അവയെ കൊന്നു. ഗോലിയാത്തിനെ കണ്ടപ്പോൾ അവൻ്റെ അടുക്കിലേക്ക് ഓടിച്ചെന്ന് അവനെ കൊന്നുകളഞ്ഞു. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമകനെ, ദൈവമകളെ, ദൈവത്തെ പ്രസാദിപ്പിക്കേണ്ടതിന് അവൻ്റെ കൽപ്പനകൾ നാം അനുസരിക്കേണ്ടത് അത്യാവശ്യമാണ്. നാം അവനെ പ്രസാദിപ്പിച്ചാൽ അനുസരിക്കുന്നവർക്ക് ദൈവം നൽകുന്ന പരിശുദ്ധാത്മാവ് ആ വ്യക്തിയിൽ വസിക്കുകയും ചെങ്കടൽ പോലെയും യോർദാൻ പോലെയും യെരിഹോ കോട്ട പോലെയും നമ്മുടെ മുമ്പിൽ നിന്നും മുന്നോട്ട് വിടുകയില്ലെന്ന് പറഞ്ഞുകൊണ്ട് വെല്ലുവിളിക്കുന്ന പ്രശ്നങ്ങളുടെ മുകളിൽ കൂടി ലക്ഷ്യത്തിലെത്തിക്കുവാൻ പരിശുദ്ധാത്മാവ് നമുക്ക് തുണ നിൽക്കും. ന്യായാധിപന്മാരുടെ പുസ്തകം 6 അധ്യായം 12-13 വാക്യങ്ങളിൽ ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു. അല്ലയോ പരാക്രമശാലിയെ, യഹോവ നിന്നോട് കൂടെ ഉണ്ട് എന്ന് അവനോട് പറഞ്ഞു. ഗിദെയോൻ അവനോട്, അയ്യോ യജമാനനെ, യഹോവ നമ്മോട് കൂടെ ഉണ്ടെങ്കിൽ നമുക്കിതൊക്കെയും ഭവിക്കുന്നത് എങ്ങനെ? യഹോവ നമ്മെ മിസ്രയീമിൽ നിന്നും കൊണ്ടുവന്നുവെന്ന് നമ്മുടെ പിതാക്കന്മാർ നമ്മോട് അറിയിച്ചിട്ടുള്ള അവൻ്റെ അത്ഭുതങ്ങളൊക്കെയും എവിടെ? ഇപ്പോൾ യഹോവ നമ്മെ ഉപേക്ഷിച്ച് മിദ്യാന്യരുടെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നുവല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ യഹോവ അവനെ നോക്കി. ന്യായാധിപന്മാരുടെ പുസ്തകം 6 അധ്യായം 12 മുതൽ 14 വരെയുള്ള വാക്യങ്ങളാണ് നാം കേട്ടത്. ആ കാലത്ത് ഇസ്രയേലിൽ രാജാവില്ലായിരുന്നു. ഓരോരുത്തരും തങ്ങൾക്ക് ബോധിച്ചതുപോലെ നടന്നുവെന്ന് ന്യായാധിപന്മാരുടെ പുസ്തകം 21 അധ്യായം 25 വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇസ്രയേൽ മക്കൾ ബോധിച്ച വണ്ണം നടന്നിരുന്നതിനാൽ ഗിദെയോൻ്റെ കാലത്ത് ദൈവം ഇസ്രയേൽ മക്കളെ മിദ്യാൻ്റെ കയ്യിൽ ഏൽപ്പിച്ചിരുന്നു. കാരണം അവർ എല്ലാവരും ന്യായപ്രമാണം അനുസരിക്കാതെ അവർക്ക് തോന്നിയ പോലെ ആരാധിച്ചിരുന്നതിനാലാണ് മിദ്യാന്യർ അവരെ ഭരിച്ചത്. ഇസ്രയേൽ മക്കൾ വിതയ്ക്കും. കൊയ്യാറാകുമ്പോൾ മിദ്യാന്യർ കൂട്ടത്തോടെ വന്ന് കൊയ്തുകൊണ്ടു പോകും. ഇങ്ങനെ ഇസ്രയേൽ മക്കൾ മിദ്യാന്യരാൽ നെടുവീർപ്പിടേണ്ടി വന്നു. എന്നിട്ടും അവർ അവരുടെ പാപം ഉപേക്ഷിച്ചുകൊണ്ട് യഹോവയെങ്കിലേക്ക് തിരിഞ്ഞില്ല. അതുകൊണ്ട് തന്നെ യഹോവ അവരോട് കൂടെ വസിച്ചില്ല. എന്നാൽ ആൾക്കൂട്ടത്തിൽ ഒരുവൻ എന്ന പോലെ ഇസ്രയേൽ മക്കളിൽ ഒരുവനായ ഗിദെയോൻ ന്യായപ്രമാണം അനുസരിക്കുന്നവനായിരുന്നു. അവൻ്റെ വിശ്വസ്തതയും ദൈവത്തെ അവൻ പ്രസാദിപ്പിച്ച് ജീവിക്കുന്നതും മറ്റാരും അറിഞ്ഞിരുന്നില്ല. അവനെ ആരും ശ്രദ്ധിച്ചില്ല. ഓർക്കണം, ഗിദെയോൻ്റെ അപ്പൻ ബാലിൻ്റെ പൂജാരിയായിരുന്നു. ഗിദെയോൻ്റെ അപ്പന് ബാലിന് ബലിപീഠമുണ്ടായിരുന്നു. ഇവനും ഇസ്രയേലിനാണെന്ന് ഓർക്കണം.
ഗിദെയോൻ്റെ അപ്പൻ അബീയേസ്രനായ യോവാശായിരുന്നുവെന്ന് ന്യായാധിപന്മാരുടെ പുസ്തകം 6-ാം അധ്യായം 11-ാം വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഗിദെയോൻ്റെ അപ്പനായ യോവാശിന് ബാലിൻ്റെ ബലിപീഠമുണ്ടായിരുന്നു എന്ന് ന്യായാധിപന്മാരുടെ പുസ്തകം 6-ാം അധ്യായം 25-ാം വാക്യം വെളിപ്പെടുത്തുന്നു. ഇപ്രകാരം ദൈവത്തെ വേദനിപ്പിക്കുന്നവനായ യോവാശിൻ്റെ മകൻ ഗിദെയോൻ ദൈവത്തിൻ്റെ ന്യായപ്രമാണം അനുസരിച്ച് ദൈവത്തെ പ്രസാദിപ്പിക്കുന്നവനായിരുന്നു. ബാലിനെ സേവിക്കുന്നവൻ്റെ കോതമ്പ് മിദ്യാന്യർ കൊണ്ടുപോയപ്പോൾ യഹോവയെ പ്രസാദിപ്പിക്കുന്ന ഗിദെയോൻ്റെ കോതമ്പ് മുന്തിരിച്ചക്കിനരികെ വെച്ച് മെതിക്കുവാനും കോതമ്പ് വീട്ടിൽ കൊണ്ടുപോകുവാനും യഹോവ ഗിദെയോനെ സഹായിച്ചു. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമകനെ, ദൈവമകളെ, നമ്മുടെ നീതിയും നമ്മുടെ സൽപ്രവൃത്തികളും ദൈവത്തെ പ്രസാദിപ്പിച്ചുകൊണ്ടുള്ള ജീവിതവും ഈ ഭൂമിയിലെ ആരും കണ്ടില്ലെങ്കിലും ഇനി അഥവാ കണ്ടിട്ട് ഗവനിക്കാതിരുന്നാലും നമ്മുടെ സൽപ്രവൃത്തികൾക്കും ദൈവത്തോടുള്ള അനുസരണത്തിനും മറ്റുള്ളവരോട് കാണിക്കുന്ന കരുണയ്ക്കും പ്രതിഫലം തരുന്നവനായൊരു നല്ല കർത്താവ് നമുക്ക് സ്വർഗത്തിലുണ്ട്. ഗിദെയോനെ ഇസ്രായേലിൻ്റെ രക്ഷകനായി ഉയർത്തിയ കർത്താവ് ഒരു ദിവസം നമ്മെയും ഉയർത്തും. നാം അനുസരിച്ച് ജീവിച്ചാൽ നിശ്ചയമായും നമ്മെ ഉയർത്തുക തന്നെ ചെയ്യും. ദൈവത്തെ പ്രസാദിപ്പിച്ച ഗിദെയോൻ്റെ കോതമ്പ് മിദ്യാന്യർ കൊണ്ടുപോയില്ല എന്ന് തന്നെയല്ല, അവൻ്റെ അപ്പൻ്റെ പാപ സ്വഭാവം മാറ്റുവാനും അപ്പൻ്റെ ബാലിനെ ആരാധിക്കുന്ന സ്വഭാവം നിർത്തലാക്കിക്കുവാനും ഇസ്രായേലിനെ ശത്രുരാജ്യങ്ങളിൽ നിന്നും രക്ഷിക്കുവാനും ഗിദെയോനെ രാജ്യത്തിൻ്റെ ന്യായാധിപനായ ദൈവം ഉയർത്തി. ആകയാൽ ദൈവം നമ്മോടുകൂടെ വസിപ്പാൻ തക്കവണ്ണം നമുക്കും ദൈവവചനം അനുസരിച്ചുകൊണ്ട് ദൈവത്തെ പ്രസാദിപ്പിക്കാം. ഗിദെയോനെ മാനിച്ച കർത്താവ് നമ്മെയും മാനിക്കും. ഗിദെയോൻ്റെ പിതാവിൻ്റെ ബാലിനെ ആരാധിക്കുന്ന സ്വഭാവത്തിൽ നിന്നും അവനെ രക്ഷിച്ച കർത്താവ് നമ്മുടെ പ്രിയപ്പെട്ടവരെയും രക്ഷിച്ച് യഥാർത്ഥ ദൈവത്തെങ്കിലേക്ക് നയിക്കും. ആകയാൽ നമുക്ക് ദൈവവചനമായ ബൈബിൾ വായിക്കുകയും അനുസരിക്കുകയും ചെയ്തുകൊണ്ട് നിത്യജീവൻ അവകാശികളായി തീരാം. നമ്മുടെ കർത്താവിനെ നമുക്ക് പ്രസാദിപ്പിക്കാം. അതിന് കർത്താവ് നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളിൽ നിന്ന് വിരമിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവേ, നല്ല വചനത്തിനായി അങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. എന്നെ കേൾക്കുന്ന ഏതെങ്കിലും പ്രിയപ്പെട്ടവർ അങ്ങയെ തിരിച്ചറിയാതിരിക്കുന്നുവെങ്കിൽ തിരിച്ചറിയുവാൻ തക്കവണ്ണം അവരുടെ ഹൃദയക്കണ്ണുകളെ അങ്ങ് തുറക്കണമേ. അങ്ങയുടെ വചനം വായിക്കുവാനും ഗ്രഹിപ്പാനും അതിന് പ്രകാരം ജീവിപ്പാനും അടിയനെ കേൾക്കുന്ന അങ്ങയുടെ കുഞ്ഞുങ്ങളെ സഹായിക്കണമേ. രോഗത്താൽ ഭാരപ്പെടുന്നവർക്ക് രോഗസൗഖ്യം കൊടുക്കണമേ. പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് പഠിക്കുവാനുള്ള ബുദ്ധിയും ജ്ഞാനവും ഓർമ്മശക്തിയും കൊടുക്കണമേ. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം, യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. സ്തോത്രം.